എല്ലാ ദേശനിവാസികൾക്കും ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുകയും അവരെ തടുക്കരുത്, സ്വന്തരാജ്യം ഇങ്ങനെ ഉള്ളവരുടേതാകുന്നുവല്ലോ എന്ന് അരുളി ചെയ്ത് സത്യദൈവവും നിത്യജീവനുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ഒരു ആഴ്ചയായി വെണ്ണിയൂർ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിൽ നടന്ന BBSന്റെ സമാപന ദിനത്തോടനുബന്ധിച്ച് സമാപന സമ്മേളനത്തിൽ റാലിയായി ഈ ദേശത്ത് വരുന്നതിനും നിങ്ങൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ സ്ഥലത്ത് അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച ചില പാട്ടുകൾ സന്തോഷത്തോടെ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ആക്ഷൻ സോങ്ങായി കളിക്കാനും സർവകൃപാലുവായ ദൈവം നൽകിയ അവസരത്തിനായിട്ട് ഞങ്ങൾ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എക്സൽ BBSന്റെ സിലബസ് അനുസരിച്ച് AIGEN എന്ന ടീമിനെ അടിസ്ഥാനപ്പെടുത്തി കഴിഞ്ഞ ഒരാഴ്ചയായി സഭയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസുകൾ കൈകാര്യം ചെയ്യാനിടയായി തീർന്നു. സമൂഹത്തിൽ എങ്ങനെ ഉത്തമ പൗരന്മാരായി ജീവിക്കാം, ദൈവത്തിന് കൊള്ളാകുന്നവരായി, മാതാപിതാക്കൾക്ക് കൊള്ളാകുന്നവരായി, സമൂഹത്തിന് കൊള്ളാകുന്നവരായി എങ്ങനെ മാതൃകയോടെ ജീവിക്കാം എന്നത് തിരുവചന അടിസ്ഥാനത്തിൽ പാട്ടുകളിലൂടെ, കഥകളിലൂടെ, ആക്ഷൻ സോങ്ങുകളിലൂടെ കഴിഞ്ഞ ദിനങ്ങളിൽ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. എന്തിനാണ് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നതെന്ന് ഒരുപക്ഷെ ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന ഈ ദേശത്തിന്റെ നിവാസികൾ ഞങ്ങളോട് ചോദിക്കുമായിരിക്കാം. നാളത്തെ പൗരന്മാർ എന്ന് പറയുന്നത് ഇന്നത്തെ കുഞ്ഞുങ്ങളാണ്. ഈ കാലഘട്ടത്തിൽ കതിരിന്റെ പുറത്ത് വളം വെച്ചിട്ട് കാര്യമില്ല എന്ന നാട്ടുപുറത്തുള്ള സാമാന്യമായ ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ട്. മുതിർന്നദേശം ഉപദേശിക്കാനോ നേർവഴിക്ക് നടത്താനോ സാധ്യമായ ഒരു കാര്യമല്ല. ഒരു കുഞ്ഞിന് സ്വഭാവം രൂപപ്പെടുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ബാല്യകാലഘട്ടമാണ്. ഒരു വ്യക്തിയുടെ ജീവിത കാലഘട്ടത്തെ പലതായി നമ്മൾ തിരിച്ചാൽ ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നിങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ ഒരു വ്യക്തിയുടെ സ്വഭാവം രൂപപ്പെടുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ബാല്യകാലമാണ്. വേദപുസ്തകം അടിവരയിട്ട് വ്യക്തമായി പറയുന്നു, ബാലം നടക്കേണ്ടുന്ന വഴിയിൽ അവൻ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ഇന്ന് ചെറുപ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും വിവിധങ്ങളായ അസന്മാർഗമായ പ്രവൃത്തികൾക്കും വഴിവിട്ടു പോകുന്നത് ഈ കാലഘട്ടത്തിന്റെ ദുഃഖകരമായ ഒരു കാഴ്ചയായി മാറിയിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതുപോലെ കുഞ്ഞുങ്ങളെ ശരിയായ ദിശയിൽ പരിശീലിപ്പിച്ചെടുക്കുന്ന സംവിധാനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേക കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു BBSന്റെ ക്രമീകരണങ്ങൾക്ക് ചുമതല കൊടുത്ത വെണ്ണിയൂർ അസംബ്ലീസ് ഓഫ് സഭ ശുശ്രൂഷകൻ, അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എല്ലാവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളിലൂടെ, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ കുഞ്ഞുങ്ങളെ അവിടെ വളർച്ചയുടെ ഘട്ടത്തിൽ ശരിയായ ദിശയിലേക്ക് വളർത്തിയെടുക്കാൻ കഴിയുമെന്നത് നൂറ് അനുഭവങ്ങളിലൂടെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ കുഞ്ഞുപ്രായത്തിൽ ശരിയായ ദിശയിൽ വളർത്താൻ ഞങ്ങളെ വളർത്തിയെടുക്കാൻ ആരുമില്ലായിരുന്നു എന്ന് പറയുന്ന മുതിർന്നവരാരെങ്കിലും ഈ ശബ്ദം കേൾക്കുമെങ്കിൽ ഒരുപക്ഷെ രക്ഷകർത്താക്കളോ മാതാപിതാക്കളോ നിങ്ങളെ നേരായ നിലയിൽ നടത്തേണ്ട, വഴി നടത്തേണ്ട ആളുകളോ ആ നിലയിൽ പരിശീലിപ്പിച്ചെടുക്കാത്ത മുഖാന്തരമാണ് മദ്യത്തിനോ മയക്കുമരുന്നിനോ ലഹരി പദാർത്ഥങ്ങൾക്കോ ഒരുപക്ഷെ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത ഏതെങ്കിലും ഭാവത്തിന്റെ അടിമത്തിലകത്തോ ആയിപ്പോയ ദുഃഖം നിങ്ങളുടെ ഉള്ളിലകത്തുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞങ്ങൾ ഈ സന്ദേശം പറയുമ്പോൾ ഞങ്ങളുടെ കർത്താവ് രക്ഷിതമായ കർത്താവിന് നിങ്ങളുടെ സന്ദേശം പങ്കുവെക്കാനുണ്ട്. ഞാൻ ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഞങ്ങൾക്ക് ഇന്ന് പകൽ പറയാനൊരു സന്ദേശമുണ്ട്. അവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ദൈവത്തിന്റെ ന്യായാസനത്തിന് മുന്നിൽ വെളിപ്പെട്ട് വരേണ്ടതാകുന്നു എന്ന തിരുവെഴുത്ത് ഞങ്ങൾ ഇന്ന് പകൽ ഓർത്ത് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ആരോഗ്യമുള്ള വ്യക്തിയാണെങ്കിൽ 80, ഒരുപക്ഷെ 100, ഇനി ദീർഘായുസുള്ള വ്യക്തിയാണെങ്കിൽ ഒരുപക്ഷെ 120 വർഷമോ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമായിരിക്കാം. എങ്കിലും അതിനപ്പുറം മരണമെന്ന വാതിലൂടെ കടന്ന് താങ്കൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യതയിലേക്ക് താങ്കൾ പ്രവേശിച്ച് മതിയാകൂ എന്ന യാഥാർത്ഥ്യം താങ്കൾ തിരിച്ചറിയണം. ഒരുപക്ഷെ യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കാത്തതോ ദൈവരാജ്യത്തിനു വേണ്ടി ഒരുക്കപ്പെടാത്തതുമായ താങ്കൾ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ താങ്കളെ ദൈവം സ്നേഹിക്കുന്നു എന്നൊരു സന്തോഷ വർത്തമാനം താങ്കൾ അറിയിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്. നിങ്ങളുടെ പാപങ്ങൾ രക്താംബരം പോലെ കടിച്ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുക്കും. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് വേദപുസ്തകം നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഒരുപക്ഷെ ബാല്യകാലത്ത് ശരിയായ ശിക്ഷണം കിട്ടാതെ പോയ ആരെങ്കിലും, ഈ സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ പോയ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ മടങ്ങി വരവിനും മാനസാന്തരത്തിനും ദൈവരാജ്യത്തിനുവേണ്ടി ഒരുങ്ങുന്നതിന് യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുന്നതിനും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ
പ്രബോധിപ്പിക്കുകയാണ്. സ്നേഹിത, മദ്യം ഒരു കുടുംബത്തിനും ആശ്വാസമോ ഒരു വ്യക്തിക്കും സന്തോഷമോ ഒരു കുടുംബത്തിനും ഉയർച്ചയോ ഇന്നേ വരെ നൽകിയിട്ടില്ല. ലഹരി പദാർത്ഥങ്ങൾ സകല മനുഷ്യരെ തകർത്തിട്ടേയുള്ളൂ എന്ന യാഥാർത്ഥ്യം താങ്കൾ അംഗീകരിക്കുന്നു എങ്കിൽ യേശുവിനെ ദയവായി ജീവിതത്തിൽ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുക. ഒരു ദൈവവൈതലായി ഈ പകൽ മാറുക. ഒരുപക്ഷെ ഈ കുഞ്ഞുങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചതുപോലെയുള്ള ശരിയായ പരിശീലനങ്ങൾ ഞങ്ങളുടെ തലമുറകൾക്കും ലഭ്യമാകണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ, രക്ഷകർത്താക്കൾ ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വരുന്ന ആഴ്ചകളിലും ദൈവദാസനും സഭയും സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങൾ, യുവജന പ്രസ്ഥാനങ്ങൾ എന്ന് തുടങ്ങി വിവിധ നിലകളിൽ കുഞ്ഞുങ്ങളെ ശരിയായ ദിശയിൽ പരിശീലിപ്പിച്ചെടുക്കുന്നതിനുള്ള ക്രമമായ പ്രവർത്തികൾ കഴിഞ്ഞ ചില വർഷങ്ങളായി ചെയ്തു വരുന്നു എന്ന വർത്തമാനം ഞങ്ങൾ നിങ്ങളെ അറിയിക്കാൻ ഈ സമയം സന്തോഷത്തോടെ ഉപയോഗിക്കുകയാണ്. ഇത്രയും സമയം ഞങ്ങൾ ശ്രദ്ധിക്കുകയും ഞങ്ങൾ വചനപ്രകാരം പങ്കുവെച്ച ആലോചന ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുള്ള ഞങ്ങളെ നന്ദി അറിയിക്കുന്നു. AIGN എന്ന് പറയുന്ന ചിന്താവിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസുകൾ പഠിച്ചത് എന്ന് ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ടെക്നോളജി ആയിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ന് ലോകത്തിന്റെ വിവിധ മേഖലകൾ കീഴടക്കി കഴിഞ്ഞ ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ എന്ന് തുടങ്ങി വിവിധ മേഖലകൾ കൈയടക്കി കഴിഞ്ഞിരിക്കുന്നു. ഇത് മാനവരാശിയുടെ വലിയൊരു പുരോഗതിയാണ് എന്ന് അഭിമാനിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ഒരുപാട് ദോഷവശങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശാസ്ത്രത്തിന്റെ നീണ്ടകരങ്ങൾ കൊണ്ട് ബഹിരാകാശത്തെ പോലും എത്തിപ്പിടിക്കാൻ കഴിഞ്ഞിരിക്കുന്ന മനുഷ്യൻ ഇന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ, അതുപോലെ ജനറൽ എഞ്ചിനീയറിംഗ് മേഖല, മെഡിക്കൽ ഫീൽഡുകൾ, വിവിധ മേഖലകളിൽ മനുഷ്യർ അവരുടേതായ നൈപുണ്യം, കഴിവുകൾ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. എങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞ വസ്തുത ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒന്ന് പങ്കുവെച്ച് അവസാനിപ്പിക്കാൻ കർത്താവിൽ ബന്ധപ്പെടുകയാണ്. മനുഷ്യനെന്ന ആകാശത്തിൽ കഴുകനെ പോലെ പറക്കാൻ അറിയാം, സമുദ്രത്തിൽ മത്സ്യത്തെ പോലെ നീന്താൻ അറിയാം, കരയിൽ വേഗതയിൽ സഞ്ചരിക്കുന്ന മൃഗങ്ങളെക്കാൾ വളരെ വേഗത്തിൽ ചീറിപ്പായാൽ മനുഷ്യനറിയാം. പക്ഷേ മനുഷ്യൻ മറന്നുപോയൊരു കാര്യം മനുഷ്യനായി ജീവിക്കാൻ ആണ് എന്ന് പറഞ്ഞാൽ മനുഷ്യരെന്ന സൂപ്പർസോണിക് വിമാനങ്ങളെക്കാൾ വേഗത്തിൽ പറക്കാനുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഇന്ന് മനുഷ്യരുണ്ട്. കടലിനകത്തൂടെ സഞ്ചരിക്കാനുള്ള ജലഗതാഗത സംവിധാനങ്ങളുണ്ട്. കരയിൽ അതിവേഗം സഞ്ചരിക്കുന്ന ബുള്ളറ്റ് ട്രെയിനുകളോ അല്ലെങ്കിൽ മറ്റ് കുഞ്ഞിന കാറുകളോ ഒക്കെ മനുഷ്യരുണ്ട്. പക്ഷേ മനുഷ്യന് തന്റെ കൂട്ടുകാരനെ അവനെ പോലെ തന്നെ സ്നേഹിക്കാൻ പറഞ്ഞ യേശുവിന്റെ വാക്കുകൾ അനുസരിച്ച് മനുഷ്യനായി ജീവിക്കാൻ കഴിയാത്ത ഒരു വല്ലാത്ത കാലഘട്ടമാണ്. സ്നേഹിതരെ, ഇന്ന് പകലിൽ ഞങ്ങളുടെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ എത്ര വളർന്നാലും അതൊന്നും ദൈവമില്ല, ഈ പ്രപഞ്ചം താനേ ഉണ്ടായതാണ് എന്ന ചിന്താഗതിയിലേക്ക് താങ്കളെ നയിക്കാതിരിക്കട്ടെ. ആദിയുടെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന വേദപുസ്തകം എഴുതി തുടങ്ങിയ ഒന്നാമത്തെ വാക്യത്തിന്റെ അന്തസത്തയെ തന്നെ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ജീവിത നിലവാരം നയിക്കാതെ ദയവായി ഈ പ്രപഞ്ചത്തെയും ഭൂമിയെയും സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച് നമ്മളെ ജ്ഞാനത്തോട് കനിഞ്ഞെടുത്തൊരു ദൈവമുണ്ട്, ഒരു സൃഷ്ടാവുണ്ട് എന്ന യാഥാർത്ഥ്യം അംഗീകരിച്ച് ആ ദൈവത്തിന്റെ പൈതലായി ഉത്തമ പൗരന്മാരായി ജീവിക്കാൻ കർത്താവ് ഈ വചനങ്ങളിലൂടെ നിങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങൾ ഇത്രയും സമയം ശ്രദ്ധിച്ചതിനുള്ള ഞങ്ങളുടെ സന്തോഷം അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ BBS ക്ലാസുകളിൽ പഠിച്ച ഒരു ആക്ഷൻ സോങ്ങിന്റെ ഈ പരിസര സ്ഥലത്ത് അവതരിപ്പിക്കാൻ, കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി അവതരിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം അതിന് തയ്യാറായി നിൽക്കുന്നു എന്ന് ചിന്തിക്കുകയാണ്. അവർക്ക് നിൽക്കാൻ ആവശ്യമായ സ്ഥലം ക്രമീകരണങ്ങൾ ഒന്ന് അനുവദിച്ചു കൊടുത്ത് ആ കാര്യം ഭംഗിയായി ഡയറക്ടേഴ്സും ടീച്ചേഴ്സും ഒന്ന് ക്രമീകരിക്കാൻ ഓർപ്പിക്കുന്നു. ഈ ദേശത്ത് ഞങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഈ പ്രോഗ്രാം കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സന്തോഷത്തോടെ ഞങ്ങൾ ക്ഷണിക്കുന്നു. നമുക്ക് ഈ ആക്ഷൻ സോങ് ഒരുമിച്ച് കാണുകയും ശേഷം സഭയെക്കുറിച്ചുള്ള ചില അറിയിപ്പുകൾ കർത്താവ് ദാസിൽ കേട്ട് നമുക്ക് പ്രാർത്ഥിച്ച് ഈ സ്ഥലത്ത് വിട വാങ്ങുകയും ചെയ്യും. ഇപ്പോൾ നമുക്ക് മനോഹരമായ ഒരു ആക്ഷൻ സോങ്ങിലേക്ക് പോകാം. ഭയങ്കരം അതിശയം എന്ന പാട്ടിന്റെ ആക്ഷൻ നമുക്ക് ഒരുമിച്ച് കളിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. കൂട്ടുകാരെ, പാടി കളിക്കാമോ? എന്നുടേതാകും ചിന്തകൾക്കും
ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും നന്നായിട്ടൊന്ന് ക്ലാപ്പ് ചെയ്തേ. ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ. നമ്മുടെ സഭയിലെ ദേവദാസ് മുന്നോട്ട് വന്ന് നമ്മുടെ സഭയിലെ സൺഡേ സ്കൂളിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മോട് അല്പമായി സംസാരിക്കും. ദൈവനാമത്തിന്റെ മഹത്വം ഇതുവരെ ഞങ്ങളുടെ സഭയിലെ എല്ലാ ശ്രോതാക്കളോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ഞങ്ങളുടെ സഭ ഏഞ്ചൽ ഹോസ്പിറ്റലിന് സമീപമുള്ള സെൻസ് ഓഫ് ഗോഡ് ചർച്ചാണ്. ഇവിടെ ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ 10 മണി വരെയാണ് സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. ഞങ്ങൾ എല്ലാ സമയവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നിങ്ങളെ ഐശ്വര്യമായൊക്കെ സഹായിക്കുവാനും ഒരുക്കത്തോടുകൂടി ആയിരിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മയെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇതിന് നൽകിയ ഹൃദയത്തിനുള്ള നന്ദി അറിയിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ നല്ല കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങളുടെ സഭയിൽ കർത്താവേ VBS നടന്നു വരികയായിരുന്നല്ലോ. ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് അതിന്റെ സമാപന റാലിയോടുള്ള ബന്ധത്തിൽ ഈ പുല്ലാനിമുക്ക് ദേശത്ത് ഞങ്ങൾക്ക് കടന്നു വന്ന് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ നൽകിയ ഈ നല്ല അവസരത്തെ ഓർത്തു സ്തോത്രം ചെയ്യുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഇവിടെ വിതയ്ക്കപ്പെട്ട ദൈവത്തിന്റെ വചനം കർത്താവ് ഈ ദേശത്തിന് ഒരു അനുഗ്രഹമാക്കി അവിടുന്ന് മാറ്റണമെന്ന് അവിടത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നതിനായി അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് പകൽക്കാലം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവത്തിന്റെ വലിയ മഹത്വം വെളിപ്പെടുത്തും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കൂട്ടുകാരെ ശ്രദ്ധിക്കണേ, ഏറ്റവും മുന്നിൽ നിൽക്കുന്ന അതെ ഈ സൈഡിൽ തന്നെയാണ് പോകുന്നത്. അല്ല, കൂട്ടുകാരെ ശ്രദ്ധിക്കണേ, ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വരി പോയി തീർന്നതിന് ശേഷം മാത്രമേ രണ്ടാമത്തെ വരിയിൽ ഇങ്ങേറ്റം നിൽക്കുന്ന ആൾ ആ വരിയോട് ജോയിൻ ചെയ്യാവൂ. മുതിർന്നവർ ദയവായി ശ്രദ്ധിക്കുക, നിങ്ങളുടെ വരി തെറ്റിപ്പോയി പ്രശ്നമാകരുത്. അപ്പൊ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന, അപ്പൊ അതിന് മനസ്സിലാകുന്നുണ്ടോ? ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വരി നേരത്തെ എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ തിരിച്ചു പോകാൻ വേണ്ടി തയ്യാറാകുക. രണ്ടാമത്തെ വരി അതിന്റെ പുറകിൽ. കൂട്ടുകാരെ ശ്രദ്ധിച്ചു വരണേ. മാതാപിതാക്കൾ, മുതിർന്നവർ ദയവായി രണ്ട് സൈഡിലെ വാഹനങ്ങൾ കൂടെ ഒന്ന് ശ്രദ്ധിച്ച് കുഞ്ഞുങ്ങൾ സുരക്ഷിതമായി വരാൻ കണക്കിന്. ഓക്കെ,
കാൽവരി കുന്നിൽ കൊളുത്തിയ ദീപം കാൽവരി കുന്നിൽ കൊളുത്തിയ ദീപം നൂറ്റാണ്ടുകളായി കത്തും ദീപം ഇന്നും നാളെയും കത്തും ദീപം അണയാതെ ഞങ്ങൾ സൂക്ഷിക്കൂ അണയാതെ ഞങ്ങൾ സൂക്ഷിക്കൂ അത് തലമുറ കൈമാറി അത് തലമുറ കൈമാറി അണയാതെ ഞങ്ങൾ സൂക്ഷിക്കൂ ആ തലമുറ കൈമാറി ആ തലമുറ കൈമാറി അണയാതെ ഞങ്ങൾ സൂക്ഷിക്കൂ പിള്ളേ